ഇതാണ് മുടിയാട്ടം. ഏതുന്റെ പുതിയ എന്റർടൈൻമെന്റ്. ആട്ടിക്കൊണ്ടിരിക്കുമ്പോ ചിരിക്കും, ആട്ടിൽ നിർത്തിയാൽ കരയും. തമ്പുരാനറിയാം ഇതീന്നൊന്നും ഊരിപ്പോകാൻ ഞാൻ പെട്ടൊരു പാട്. പിറ്റേന്ന് പെസഹയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിൽ പോയേ. പള്ളിയകം ഹൗസ്ഫുൾ ആയതുകൊണ്ട് പള്ളിയുടെ പുറത്ത് നിന്ന് നമുക്ക് കുർബാന കാണേണ്ടി വന്നു. നമ്മൾ മൂന്നുപേരും കാര്യമായി എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യാനുള്ള ഫ്ലൈറ്റ്സ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് പള്ളിയുടെ മുകളിലൂടെ പോണ്ടായിരുന്നേ. അവിടെയുള്ള പിള്ളേരെ കോളിയിട്ട് വിളിക്കലായിരുന്നു ഇവളുടെ അടുത്ത എന്റർടൈൻമെന്റ്. ചെറുതായിട്ട് വാശി എടുത്തു തുടങ്ങിയപ്പോ അവളെ എടുത്ത് ഞാൻ മാതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയേ. കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്താണെന്നറിയില്ല, മാതാവിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചെറുപ്പം മുതലേ എന്റെ പരാതികളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ കൊരട്ടിമുത്തിനോടാ പറയാറ്. അപ്പൊ ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും. പിന്നെ അപ്പന്റെ കല്ലറയിലൊക്കെ പോയി അപ്പനോട് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ വണ്ടി കയറി. പുറത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. വണ്ടി കയറി AC ഒക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ഏതെല്ലാം വക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. നമുക്ക് എല്ലാവർക്കും ചെറുതായിട്ട് വിശപ്പിന്റെ വിളി വന്നിരുന്നു. സാധാ ചായ ചോദിച്ച് ഞങ്ങൾക്ക് സ്നേഹ കൂടുതൽ കൊണ്ടാണോ എന്നറിയില്ല, ഇവൻ മസാല ചായയാണ് തന്നത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മൾ കുര്യനെ വിളിച്ചു കേട്ടോ. അവൻ എന്നെ മിസ് ചെയ്തില്ലെങ്കിലും അവനെ ഞാൻ നല്ലോണം മിസ് ചെയ്തു. ഈ ചൂട് സമയത്ത് കുറച്ച് മാംഗോ ഐസ്ക്രീം കട്ടിനുണ്ടെങ്കിൽ തെറ്റുണ്ടോ? ഇല്ല. അതിനിടയിൽ അമ്മയുടെ വക പെസഹാപ്പവും പാലും റെഡിയാക്കി. പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് അമ്മ പെസഹാപ്പം മുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു കേട്ടോ. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്.